കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് ബിരുദമില്ലെന്ന കാര്യം അവർ തന്നെ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ കോൺഗ്രസുകാർ സ്മൃതിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തി. ഈ വിവാദത്തിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രംഗത്തെത്തിയിരുന്നു. ബിരുദാനന്തര ബിരുദമില്ലാതെയാണ് രാഹുൽ ഗാന്ധി എംഫിൽ നേടിയതെന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് സ്മൃതിയുടെ രക്ഷയ്ക്കെത്തിയത്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ചർച്ചാ വിഷയം. രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എങ്ങനെയായാലും ബിരുദാനന്തര ബിരുദമില്ലാതെയാണ് രാഹുലിന് എംഫിൽ ലഭിച്ചത് എന്ന് അരുൺ ജെയ്റ്റ്ലി ബ്ലോഗിൽ കുറിച്ചു. എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കി. ബിരുദമുണ്ടെന്ന് മുൻപ് അവകാശപ്പെട്ട സ്മൃതി ഇറാനി ഇപ്പോൾ ബിരുദമില്ലെന്ന് സമ്മതിച്ചതിനെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. സ്മൃതി ഇറാനി മുൻപ് അഭിനയിച്ച സീരിയലിനെ പരാമർശിച്ച് ക്യോങ്കി മന്ത്രി ഭി കഭി ഗ്രാജുവേറ്റ് ഥി, അതായത് മന്ത്രിയും ഒരിക്കൽ ബിരുദധാരിയായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച് 10 വർഷങ്ങൾക്ക് മുൻപ് വിവാദമുണ്ടായിരുന്നു. 2009 അമേഠി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിദ്യാഭ്യാസ യോഗ്യത ചില മാധ്യമങ്ങൾ ചോദ്യം ചെയ്തു. തുടർന്ന് രാഹുൽ പഠിച്ച കേംബ്രിഡ്ജ് സർവകലാശാല തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. അന്ന് നൽകിയ വിശദീകരണമാണ് ഇപ്പോൾ വീണ്ടും മറുപടിയായി നൽകിയത്. ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എംഫിൽ ബിരുദധാരിയാണെന്ന് അന്ന് വൈസ് ചാൻസലറായിരുന്ന അലിസൺ റിച്ചാർഡ് വ്യക്തമാക്കി. 1994 ഒക്ടോബർ മുതൽ 1995 ജൂലൈ വരെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് വിദ്യാർത്ഥിയായ രാഹുൽ മിടുക്കനായ വിദ്യാർത്ഥിനിയായിരുന്നുവെന്നും അവർ അന്നയച്ച കത്തിൽ പറഞ്ഞിരുന്നു. ഈ കത്തും രാഹുലിന്റെ എംഫിൽ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും അന്ന് കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഡിഗ്രി പാസ്സായിട്ടില്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഡിഗ്രി പാസ്സായിട്ടുണ്ട് എന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നതെന്നും ഇത് ക്രിമിനൽ കുറ്റമാണെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസ് ദേശീയ വക്താവ് പ്രിയങ്ക ചതുർവേദിയാണ് വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് സ്മൃതി ഇറാനി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കള്ളം പറഞ്ഞു എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.